ജില്ലയിൽ കാറ്റിലും മഴയിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30 വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു. തളിക്കുളത്ത് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് 3 പേർക്ക് പരിക്കേറ്റു. ഒല്ലൂരിൽ കാറുകളുടെ മുകളിലേക്ക് മരം വീണു. ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്നു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മാള കണക്കൻകടവിലെ 9 ഷട്ടറുകൾ ഉയർത്തി. ചീരക്കുഴി ഡാമിൽ ജലനിരപ്പ് ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഗായത്രി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് ആനയൂട്ട്. ആനയൂട്ടിൽ പങ്കെടുത്തത് 64 ഗജവീരന്മാർ. ആനയൂട്ടിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത് 10,000. രാമനാമ മന്ത്രധ്വനികളും രാമായണ പാരായണവുമായി ഇന്ന് കർക്കിടകം 1. നാലമ്പല ദർശനത്തിനായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താണിക്കുടം ദേവിക്ക് ആറാട്ട്. ദേവി ആറാടിക്കാൻ ക്ഷേത്ര സന്നിധിയിലേക്ക് പുഴ തന്നെ എത്തിയപ്പോൾ ആറാട്ടിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി ഭക്തർ. കനത്ത കാറ്റിലും മഴയിലും ജില്ലയിൽ മരങ്ങൾ വീണ് പരക്കെ നാശം. 24 മണിക്കൂറിനിടെ 30ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. ഒരു വീട് പൂർണ്ണമായും തകർന്നു. 3 പേർക്ക് പരിക്കേറ്റു. തളിക്കുളത്ത് തെങ്ങ് വീണ് വീട് തകർന്ന് 3 പേർക്ക് പരിക്കേറ്റു. നമ്പിക്കടവ് വലിയകത്ത് ആലി മുഹമ്മദിന്റെ വീടിന്റെ മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ തെങ്ങിന്റെ കടഭാഗം ഒടിഞ്ഞു വീണത്. വീടിനുള്ളിലുണ്ടായിരുന്ന ആലി മുഹമ്മദിന്റെ ഭാര്യ നഫീസ, മകൻ ഷക്കീർ, മരുമകൾ റജൂല എന്നിവർക്ക് ഓട് തകർന്നു വീണ് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി. പാണഞ്ചേരിയിൽ മരം വീണ് ഓട് വീട് ഭാഗികമായി തകർന്നു. പാണഞ്ചേരി താണിപ്പാടം വെള്ളുണ്ണിപ്പറമ്പിൽ സുഷയുടെ വീടാണ് തകർന്നത്. കടപ്പുറം തൊട്ടാപ്പ് ബദർ പള്ളിക്കടുത്ത് ആനാം കടവിൽ കുഞ്ഞുമോന്റെ വീട് തെങ്ങ് വീണ് തകർന്നു. പാണ്ടികശാല പറമ്പിൽ നിഷാദും കുടുംബവുമാണ് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. ചെങ്ങാലൂർ ഹൈസ്കൂളിന് സമീപം വീടിന് മുകളിലേക്ക് തേക്കുമരം കടപുഴകി വീണു. പൂവത്തൂക്കാരൻ പോളി ഷെർലിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന്റെ ട്രസ് തകർന്നു. പറപ്പൂരിൽ വീടിന് മുകളിലേക്ക് മരം വീണു. ചിറ്റിലപ്പള്ളി പൊറഞ്ചു ജോസിന്റെ വീടിന്റെ മുകളിലേക്കാണ് മാവ് വീണത്. വീട് ഭാഗികമായി തകർന്നു. തോളൂരിൽ തെങ്ങ് കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണു. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കയ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങ് വീണ് ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. കൂരിക്കുഴി പള്ളിക്ക് തെക്ക് പഴുപ്പറമ്പിൽ അക്ബറിന്റെ വീടാണ് തകർന്നത്. കൊടുങ്ങല്ലൂർ മേത്തല കണ്ടംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള വലിയ മാവ് ഒടിഞ്ഞു വീണ് 2 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. വെള്ളിക്കുളങ്ങരയിൽ കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം നിലച്ചു. മേനൊടി, വാസുപുരം, ഇണ്ണോട്, മാങ്കുറ്റിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മരങ്ങൾ വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണത്. 4 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു. ഏങ്ങണ്ടിയൂർ പനയംകുളങ്ങര ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്ത് റോഡിന് ചേർന്ന് നിൽക്കുന്ന ആൽമരം റോഡിലേക്ക് ഒടിഞ്ഞു വീണു. 100 വർഷം പ്രായമുള്ള ആൽമരമാണ് ഒടിഞ്ഞു വീണത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പ്രിയദർശിനി നഗറിൽ പ്ലാവ് കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. വന്നേരി സിനിജ രമേശിന്റെ വീടാണ് തകർന്നത്. തൃപ്രയാറിൽ വൻമരം കടപുഴകി വീണ് 3 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു. തൃപ്രയാർ രാമൻ മേനോൻ റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മാവാണ് കടപുഴകി വീണത്. ന്യൂസ് ഡെസ്ക് TCV. ഒല്ലൂർ ചീരാച്ചിയിൽ കാറുകൾക്ക് മുകളിലേക്ക് മരം വീണു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന 2 കാറുകൾക്ക് മുകളിലേക്കാണ് മരം വീണത്. ഇതുമൂലം തൃശൂർ എറണാകുളം റോഡിൽ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. സമീപത്തുള്ള ഇടുങ്ങിയ വഴിയിലൂടെ വലിയ വാഹനങ്ങൾ കടന്നു വന്നതോടെ പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കുകയായിരുന്നു. സമീപത്തെ ട്രാൻസ്ഫോമറിലും വൈദ്യുതി ലൈനിലും മരം തട്ടി നിന്നതിനാൽ കാറുകൾക്ക് കാര്യമായ കേടുപാടുകൾ പറ്റിയില്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മുറിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടും മുറിച്ചുമാറ്റാതെ നിന്നിരുന്ന മരമാണ് ശക്തമായ മഴയിൽ കടപുഴകി വീണത്. വൈദ്യുതി ലൈൻ ഓഫാക്കിയ ശേഷമാണ് മരം മുറിച്ചു മാറ്റിയത്. തൃശൂർ അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ജയരാജ്, ഫയർമാൻമാരായ ശിവദാസ്, ബിജോയ്, ഹോംഗാർഡ് ബേബി എന്നിവരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. എല്ലാ താലൂക്ക് ഓഫീസുകളിലും കൺട്രോൾ റൂമുകളും ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളാണ് തുറക്കുന്നതെന്നും NTRF സംഘങ്ങൾ സജ്ജമാണെന്നും മന്ത്രി അറിയിച്ചു. 6 ലക്ഷത്തിലധികം പേരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ജലാശയത്തിൽ ഇറങ്ങരുതെന്നും മലയോര മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി പുഴയിൽ ക്രമാതീതമായ വെള്ളം ഉയർന്നു. നിലവിൽ പുഴയിലെ വെള്ളത്തിന്റെ അളവ് 6.30 മീറ്ററാണ്. 8.10 മീറ്റർ അളവിൽ വെള്ളം എത്തിയാലാണ് അപകട മുന്നറിയിപ്പ് നൽകുക. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മാള കണക്കൻകടവിലെ 9 ഷട്ടറുകൾ ഉയർത്തി. ഒരു ഷട്ടർ തകരാറിലായതിനാൽ അടിഭാഗം ഉയർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ്. ജലനിരപ്പ് കുറഞ്ഞാൽ ഷട്ടർ അറ്റകുറ്റപ്പണികൾ നടത്താതെ താഴ്ത്താൻ കഴിയാത്ത നിലയിലാണ്. കണക്കൻകടവിലെ ഷട്ടറുകൾ അടഞ്ഞുകിടക്കുന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന കുഴൂർ, അന്നമനട പഞ്ചായത്തുകളിലെ താഴ്ന്ന
പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നു. ഷട്ടറുകൾ തുറന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരമായി. കായലിൽ നിന്ന് പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനുള്ള ഷട്ടറുകളാണ് അറ്റകുറ്റപ്പണികൾ നടത്താതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ ജലനിരപ്പ് ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ ഗായത്രി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പുഴയിൽ മീൻപിടുത്തം നിരോധിച്ചു. സന്ദർശകർക്ക് ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കടവല്ലൂർ പഴഞ്ഞി റോഡിലെ വെള്ളക്കെട്ട് യാത്രക്കാരെ ദുരിതത്തിലാക്കി. കല്ലുംപുറം പഴഞ്ഞി റോഡ് നിർമ്മാണത്തെ തുടർന്ന് ഇവിടങ്ങളിലെ കാനയുടെ നിർമ്മാണം വേണ്ട വിധത്തിൽ നടക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വെള്ളക്കെട്ട് ഒഴിവാക്കി യാത്ര സുഗമമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ചന്തപുര ബൈപ്പാസ് റോഡ് പരിസരം, എൽത്തുരുത്ത്, പുല്ലൂറ്റ് എന്നിവിടങ്ങളിലും എറിയാട്, അഴീക്കോട്, ശ്രീനാരായണപുരം എന്നിവിടങ്ങളിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് നിലവിലുള്ള കാനയിലൂടെയുള്ള ഒഴുക്ക് തടസ്സപ്പെട്ടതും ദളവാക്കുളം പരിസരത്തെ അനധികൃത നിർമ്മാണങ്ങളുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കനോലി കനാലിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഭിത്തി തകർന്നു വീണു. ഒന്നാം നിലയിലെ ഭിത്തിയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. ആളപായമില്ല. കനത്ത മഴയെ പോലും വകവയ്ക്കാതെ പൂരനഗരിയെ ആവേശത്തിൽ ആറാടിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഗജവീരന്മാരുടെ സംഗമവേദിയായി മാറി. വൻ ജനസാഗരമാണ് രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന ആനയൂട്ടിന് സാക്ഷ്യം വഹിക്കാൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. കർക്കിടക പുലരിയിൽ പുലർച്ചെ 5 മണിയോടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഗണപതി ഹോമത്തോടെയാണ് ആനയൂട്ടിന് തുടക്കമായത്. ഗണപതി ഹോമത്തിന് 12,008 നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, 500 കിലോ മലർ, 60 കിലോ എള്ള്, 50 കിലോ തേൻ ഗണപതി നാരങ്ങ, കരിമ്പ് എന്നിവ ഉപയോഗിച്ചു. തുടർന്ന് 10 മണിയോടെ ആനയൂട്ട് ആരംഭിച്ചു. ഇത്തവണ ആനയൂട്ടിൽ 66 ആനകൾ അണിനിരന്നു. ഇതിൽ 13 പിടിയാനകളും ആനയൂട്ടിൽ പങ്കാളികളായി എന്നതാണ് ഇത്തവണത്തെ ആനയൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത. ഗുരുവായൂർ ദേവസ്വത്തിലെ ദേവി എന്ന ആനയ്ക്ക് ആദ്യ ഉരുള നൽകി വടക്കുന്നാഥ ക്ഷേത്രം മേൽശാന്തി ചെറുമുക്കുമന ശ്രീരാജ് നാരായണനാണ് ആനയൂട്ടിന് തുടക്കം കുറിച്ചത്. തുടർന്ന് മന്ത്രി കെ രാജൻ, ADGP പി വിജയൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പ്രമുഖരും ഭക്തരും ആനപ്രേമികളും കരിവീരന്മാരെ വിരുന്നൂട്ടി. മഴയായിരുന്നുവെങ്കിലും ആനയൂട്ട് ചടങ്ങുകളെല്ലാം ഭംഗിയായി നടത്താൻ സാധിച്ചതായി വടക്കുന്നാഥ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി TR ഹരിഹരൻ പറഞ്ഞു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വളരെ വൃത്തിയായി അവസാനിപ്പിച്ചു. 66 ആനകൾ പങ്കെടുത്തു. കേരളത്തിൽ പേര് കേട്ട എല്ലാ ആനകളും ഈ വർഷം പങ്കെടുത്തിട്ടുണ്ട്. മഴ അലോസരപ്പെടുത്തിയാലും ആനയൂട്ട് സമയത്ത് മഴ മാറിയെന്ന് വടക്കുന്നാഥന്റെ അനുഗ്രഹമാണ്. ആനയൂട്ടിന് 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഉരുളകളാക്കിയും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ചേർന്നതായിരുന്നു ആനയൂട്ട് വിഭവങ്ങൾ. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുള്ള 6 ആനകളടക്കം എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, ഗുരുവായൂർ ബാലകൃഷ്ണൻ, ഗുരുവായൂർ രാജശേഖരൻ, ഊക്കൻസ് കുഞ്ചു തുടങ്ങിയ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആനകൾ ആനയൂട്ടിൽ പങ്കാളികളായി. 1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിൽ പങ്കെടുക്കാൻ തൃശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുപോയ 30 ആനകളെ തിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആനകൾക്ക് അസുഖം വരികയും തുടർന്ന് ഗണപതി ഹോമവും ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനയൂട്ടും ആരംഭിക്കുകയായിരുന്നു. തുടക്കത്തിൽ 12 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തിരുന്നതെങ്കിലും 86-87 കാലഘട്ടത്തിൽ 93 ആനകൾ വരെ ഊട്ടിനെത്തിയിരുന്നു. പിന്നീട് ആനകൾക്ക് ക്ഷാമവും നിയന്ത്രണവും വന്നതോടുകൂടി ആനകളുടെ എണ്ണം അല്പം കുറഞ്ഞെങ്കിലും ആനയൂട്ട് ഓരോ വർഷവും അതിഗംഭീരമായാണ് നടത്തപ്പെടുന്നത്. TC വിനോസ്, തൃശൂർ. രാമനാമ മന്ത്രധ്വനികളും രാമായണ പാരായണവുമായി ഇന്ന് കർക്കിടകം 1. രാമായണ മാസത്തെ വരവേൽക്കാൻ 4 അമ്പലങ്ങൾ ഒരുങ്ങി.
വേദങ്ങളിൽ പുണ്യമാസം എന്ന് വിശേഷിപ്പിക്കുന്ന കർക്കിടകം കേരളീയ രാമായണ മാസമായാണ് ആചരിക്കുന്നത്. രാമായണ പാരായണം, നാലമ്പല ദർശനം, സുഖചികിത്സ തുടങ്ങി ഭക്തിയുടെയും തീർത്ഥാടനത്തിന്റെയും പുണ്യമാസമായ കർക്കിടകത്തിന് സവിശേഷതകൾ ഏറെയാണ്. പത്തിലക്കറിയും കനകപ്പൊടിയും ഭക്ഷിക്കൽ, ഔഷധസേവ, കർക്കിടക ചികിത്സ, ഇല്ലനിറ, തുകിലുണർത്തൽ പാട്ട്, നാലമ്പല തീർത്ഥാടനം, ആനയൂട്ട് തുടങ്ങിയവ കർക്കിടകത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി നടത്തുന്ന കർക്കിടക വാവുബലിക്കും കർക്കിടകത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. നാലമ്പല തീർത്ഥാടനമാണ് കർക്കിടകത്തിന്റെ മറ്റൊരു പ്രത്യേകത. കർക്കിടക പുണ്യവുമായി നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. നാലമ്പല തീർത്ഥാടനത്തിനായി വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെടുന്നത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രം, മൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് നാലമ്പലങ്ങൾ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് കൂടൽമാണിക്യ ക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേക ക്യൂ സംവിധാനം, പാർക്കിംഗ് തുടങ്ങി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സദ്ഗുണങ്ങളുടെയും സാഹോദര്യത്തിന്റെയും മൂർത്തിമത് ഭാവമായ ദാശരഥികളുടെ ക്ഷേത്രങ്ങൾ ക്രമപ്രകാരം ഒരു ദിവസം ദർശിക്കുന്നത് സർവാഭിഷ്ട സിദ്ധിപ്രദമാണെന്നാണ് വിശ്വാസം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിന്റെ അംശാവതാരവും വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ വരുന്നതും കാത്തു കഴിയുന്ന ശ്രീരാമ സോദരനായ ഭരതനാണ്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്കുഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമ്മലിലാണ്. മഹാവിഷ്ണുവിന് അലങ്കാരവും അതേസമയം ആയുധവുമായ തൃക്കൈയിലെ സുദർശന ചക്രത്തിന്റെ പ്രതീകമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ലവണാസുരവധത്തിന് ഉദ്യുക്തനായി അല്പം ക്രോധത്തോടുകൂടിയ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റ് 3 ദാശരഥി ക്ഷേത്രങ്ങളും വൃത്താകൃതിയിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രം ചതുരാകൃതിയിലാണ്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമ്മൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. TC വിനോസ്, ഇരിങ്ങാലക്കുട. നാലമ്പല ദർശനത്തിനായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും അനുവദിച്ച സ്പെഷ്യൽ KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് CC മുകുന്ദൻ MLA നിർവഹിച്ചു. രാവിലെ 7:30 തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, എറണാകുളം തിരുമൂഴിക്കുളം ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ പോയി തിരിച്ച് വൈകിട്ട് തൃപ്രയാറിൽ തന്നെ വാഹനം എത്തിച്ചേരും. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഡ്വക്കേറ്റ് U രഘുരാമപണിക്കർ, തൃപ്രയാർ ക്ഷേത്ര മാനേജർ സുരേഷ് കുമാർ, മുൻ മാനേജർ മനോജ്, തൃപ്രയാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സെക്രട്ടറി V ശശിധരൻ, ട്രഷറർ VR പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും നാലമ്പല ദർശനത്തിനായി ബസ് സർവീസ് ഉണ്ടായിരിക്കും. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. നാലമ്പല തീർത്ഥാടനത്തിലെ ആദ്യ ദർശന ക്ഷേത്രമായ തൃപ്രയാറിൽ മഴയെ അവഗണിച്ചും പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിൽ മണ്ഡപത്തിൽ പതിവുള്ള സുന്ദരകാന്ഡം വായനയ്ക്ക് പുറമെ ഋഗ്വേദ മുറജപവും ആരംഭിച്ചു. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താണിക്കുടം ദേവിക്ക് ആറാട്ട്. ദേവിയെ ആറാടിക്കാൻ ക്ഷേത്രസന്നിധിയിലേക്ക് പുഴ തന്നെ എത്തിയപ്പോൾ ആറാട്ടിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി ഭക്തർ. എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവ ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിൽ ദേവീദേവന്മാരെ ജലാശയത്തിലേക്ക് എഴുന്നള്ളിച്ചാണ് സാധാരണ ആറാട്ട് പതിവ്. എന്നാൽ താണിക്കുടത്തമ്മയുടെ ആറാട്ടിന് താന്ത്രിക കർമ്മങ്ങളോ മന്ത്രോച്ചാരണങ്ങളോ ആവശ്യമില്ല. താണിക്കുടം ഭഗവതിയെ പുഴയിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിക്കുകയും വേണ്ട. പെരുമഴയിൽ വെള്ളം പൊങ്ങി പുഴ തന്നെ താണിക്കുടം ദേവിയെ തേടിയെത്തും. ക്ഷേത്രത്തിലെത്തുന്ന വെള്ളത്തിൽ മുങ്ങിയാണ് ദേവിയുടെ ആറാട്ട്. കനത്ത മഴയിൽ നാടാകെ വെള്ളപ്പൊക്കമായാലും ശരി, ഇവിടെ ആറാട്ട് നടക്കാറില്ലെന്നതും അതിശയമാണ്. ഒടുവിൽ ദേവി മനസ്സുകൊണ്ട് ആറാട്ട് ആഗ്രഹിച്ചപ്പോൾ പ്രകൃതിയും കനിഞ്ഞനുഗ്രഹിച്ചു. പുഴ ക്ഷേത്രത്തിലെത്തി ആറാട്ടായതോടെ ദേവിയോടൊപ്പം മുങ്ങിക്കുളിച്ച് പുണ്യം നേടാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. ഏറെ നാളുകൾക്ക് ശേഷം താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ടിലൂടെ ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ശ്രീകോവിലിനകത്ത് പുഴ പ്രവേശിക്കുകയും ആറാട്ട് നടക്കുകയും ചെയ്തിട്ടുള്ളതാണ്. സാധാരണ മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം
ഭഗവാന്റെ തിടമ്പ് പുഴയിലേക്കോ അല്ലെങ്കിൽ കുളങ്ങളിലേക്കോ എഴുന്നള്ളിച്ച് ആറാട്ട് നടത്തുന്നതിനും പകരമായി പുഴ ഇവിടേക്ക് സ്വയം ഒഴുകിയെത്തി ആറാട്ട് നടത്തുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെയുള്ളത്. വിഗ്രഹം വെള്ളത്തിൽ മുങ്ങുന്നതോടൊപ്പം ക്ഷേത്രവും പരിസരവുമെല്ലാം ആറാട്ടിൽ പുഴ പോലെയായി. ദേവിയുടെ ആറാട്ട് മൂലം ദേശത്തിന് സമ്പൽ സമൃദ്ധി കൈവരുമെന്നാണ് ഐതിഹ്യം. ഏറെ സന്തോഷത്തിലാണ് താണിക്കുടത്തെ ഭക്തജനങ്ങൾ. ഒരുപാട് ദിവസങ്ങളായ കാത്തിരിപ്പാണ് താണിക്കുടത്തെ ആറാട്ടിനുള്ള കാത്തിരിപ്പ്. ഭക്തങ്ങളുടെ പ്രാർത്ഥന പ്രകാരം നല്ല രീതിയിലുള്ള ഒരു മഴ ലഭിക്കുകയും നമ്മുടെ ഭക്തജനങ്ങൾക്ക് ആറാട്ടിൽ നിർവൃതി നേടാനുള്ള ഒരു ഇത് താണിക്കുടത്തും ഒരുക്കിയിരിക്കുകയാണ്. നിരവധി ഭക്തജനങ്ങളാണ് താണിക്കുടത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വർഷത്തിൽ 1-2 പ്രാവശ്യം പ്രകൃതിയുടെ ഈ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെങ്കിലും 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്രയും വെള്ളം ക്ഷേത്രത്തിൽ കയറുന്നത്. ഈ ആറാട്ട് 3 ദിവസം വരെ ചിലപ്പോൾ നീണ്ടു നിൽക്കാറുണ്ട്. ദേവിയെയും സസ്യജാലങ്ങളെയും ഋതുഭേദങ്ങളെയും വാരിപ്പുണർന്ന് പുഴ മടങ്ങുന്നതുവരെ നിത്യപൂജകൾ വലിയമ്പലത്തിലാണ് നടത്തുക. ഭക്തിക്കൊപ്പം ഈശ്വര ചൈതന്യവും ചേർന്നതോടെ താണിക്കുടത്തമ്മയ്ക്ക് ആറാട്ട്. ഇത്തവണ നിരവധി പേരാണ് ആറാട്ടിനെത്തിയത്. ശ്രീകേഷ് വള്ളാനിക്കര, TC ന്യൂസ്. ദേശീയപാത തിരുവത്രയിൽ മിനി ലോറി ബൈക്കിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. എടക്കഴിയൂർ പഞ്ചവടി ബീച്ച് സ്വദേശികളായ തോണിക്കടവിൽ അഫ്സൽ, വടംതലകത്ത് സുഫിയാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. പൊന്നാനി ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി ലോറി ബൈക്കിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പാവറട്ടി സഹകരണ ബാങ്ക് 11-അംഗ ഭരണസമിതി തിരഞ്ഞെടുപ്പിലേക്ക് 47 പേർ നാമനിർദ്ദേശ പത്രിക നൽകി. നിലവിൽ UDFന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയാണ് ഭരണം നടത്തുന്നത്. കോൺഗ്രസ് 2 വിഭാഗമായാണ് മത്സരരംഗത്തുള്ളത്. DCC അംഗീകരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തിറക്കിയെങ്കിലും ഇത് അംഗീകരിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായിട്ടില്ല. കോൺഗ്രസിലെ ഇരു വിഭാഗവും തമ്മിൽ രൂക്ഷമായ ഭിന്നതയാണ് മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. ഘടക കക്ഷികളായ കേരള കോൺഗ്രസ് 2 സീറ്റിലും മുസ്ലിം ലീഗ് 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. LDFും NDAയും മുഴുവൻ സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാളും പത്രിക നൽകിയിട്ടുണ്ട്. 18-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. 28-നാണ് തിരഞ്ഞെടുപ്പ്. ഒരു മാസത്തോളമായി പഴയന്നൂരിലെ കടവരാന്തകളിൽ അന്തി ഉറങ്ങിയിരുന്ന വയോധികനെ ചേലക്കര വെങ്ങാനല്ലൂരിലെ അഗതി മന്ദിരമായ അമ്മ വീട്ടിലെത്തിച്ചു. പഴയന്നൂരിലെ സാമൂഹ്യ പ്രവർത്തക ശോഭന പഴയന്നൂരിന്റെ നേതൃത്വത്തിലാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന വയോധികനെ വെങ്ങാനല്ലൂരിലെ അഗതി മന്ദിരത്തിൽ എത്തിച്ചത്. കനത്ത മഴയിലും കാറ്റിലും പഴയന്നൂർ ടൗണിലെ കടവരാന്തകളിൽ അന്തി ഉറങ്ങുന്ന വയോധികന്റെ ദയനീയ കാഴ്ച നാട്ടുകാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. എറിയാട് ആശ്രയ ഭവനിലെ അന്തേവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 56 വയസ്സുള്ള പള്ളത്ത് വീട്ടിൽ കനകയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനകയ്ക്ക് പനിയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുറിയുടെ വാതിൽ തുറക്കാതെ വന്നതിനെ തുടർന്ന് ആശ്രയ ഭവനത്തിലെ മറ്റ് താമസക്കാർ കനകയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് മുറിയുടെ വാതിൽ പൊളിച്ചപ്പോഴാണ് കനകയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലേറ്റുംകരയിലെ കേരള ഫീഡ്സിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി സമരരംഗത്തേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന കാലിത്തീറ്റ കമ്പനിയായ കേരള ഫീഡ്സ് മാനേജ്മെന്റ് പിടിപ്പുകേട് മൂലം ഇപ്പോൾ നാശോന്മുഖമായിരിക്കുകയാണെന്നും 8 വർഷമായി കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി തുടരുന്നയാളുടെ നടപടികളാണ് കമ്പനിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കമ്പനിയിൽ 650 മെട്രിക് ടൺ പ്രതിദിന ഉൽപാദനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് കേവലം 150 ടൺ എന്ന നിലയിലേക്ക് പ്രതിദിന ഉൽപാദനം മാറിയിരിക്കുകയാണ്. കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത കമ്പനി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുകയും ഇഷ്ടക്കാരെ താൽക്കാലിക ജീവനക്കാരായി നിയമിക്കുന്നത് നിർത്തലാക്കുകയും വേണം. കമ്പനിയിലെ സ്ഥിര ജീവനക്കാർക്ക് വിരമിക്കൽ പ്രായം 60 ആക്കിയത് കയറ്റിറക്ക തൊഴിലാളികൾക്കും ബാധകമാണെന്നും യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച ആളൂർ പഞ്ചായത്ത് കുടുംബശ്രീ ഹാളിൽ സമര പ്രഖ്യാപന കൺവെൻഷനും ഈ മാസം 22-ന് കമ്പനി പടിക്കൽ ധർണയും സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ നേതാക്കൾ അറിയിച്ചു. BMS പ്രസിഡന്റ് TC സേതുമാധവൻ, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ JITUC, AITUC, CITU ഭാരവാഹികളായ PD ഷാജു, AJ ജോസഫ്, റോയ്, KB സുനിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിൽ LDFിൽ പരസ്യ വിമർശനവുമായി യുവ നേതാവ്. CPI വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച ശില്പശാലയിലാണ് AIYF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായ KA മഹേഷ് മുന്നണിക്കെതിരെ തുറന്നടിച്ചത്. നവകേരള സദസ്സ് സമ്പൂർണ്ണ പരാജയമാണെന്ന് കുറ്റപ്പെടുത്തിയ മഹേഷ് 2ാം ഇടതുമുന്നണി സർക്കാർ സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് അകന്നുവെന്നും കുറ്റപ്പെടുത്തി. LDFിനുണ്ടായ തളർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF
മുതൽക്കൂട്ടാക്കിയെന്നും സംസ്ഥാനത്തെ BJPയുടെ മുന്നേറ്റത്തെയും അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും ഇതിനെതിരെയെല്ലാം മുന്നണി പുലർത്തുന്ന നിസ്സംഗത പരിശോധിക്കേണ്ടതുണ്ടെന്നും മഹേഷ് പറഞ്ഞു. കോടാലി ടൗണിനോട് ചേർന്ന് റോഡരികിൽ കാട് വളരുന്നത് കാൽനട യാത്രികർക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്നവർക്കും ബുദ്ധിമുട്ടായി മാറുന്നു. കോടാലി സ്കൂൾ ജംഗ്ഷന് കിഴക്ക് ഭാഗത്താണ് റോഡരികിൽ പാഴ്ചെടികൾ നിറഞ്ഞിട്ടുള്ളത്. ATM അടക്കമുള്ള സൗകര്യങ്ങളോടുകൂടിയ 2 ബാങ്കുകളും വ്യാപാരികളുടെ സംഘടനാ ആസ്ഥാനമായ വ്യാപാര ഭവനും മറ്റ് നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ ഭാഗത്താണ്. റോഡരികിലെ നടപ്പാതയായ കോൺക്രീറ്റ് സ്ലാബിലും പാഴ്ചെടികൾ വളർന്നത് കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. സമീപത്തെ സ്കൂളിലേക്കുള്ള ചെറിയ കുട്ടികളടക്കമുള്ളവർ നടന്നുപോകുന്നത് കാടുമൂടിക്കിടക്കുന്ന ഈ നടപ്പാതയിലൂടെയാണ്. ഇതുവഴിയുള്ള യാത്ര ഒട്ടും സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളടക്കം പോകുന്ന ഒരു വഴിയാണിത്. ഇത് കാട് പിടിച്ചു കിടക്കുന്ന മാസങ്ങളായി. എത്രയും പെട്ടെന്ന് ഈ കാട് വെട്ടി യാത്രയോഗ്യമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക, അത് ചെയ്യുക. പാഴ്ചെടികൾക്കിടയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം തെരുവുനായ്ക്കളും ഇഴജന്തുക്കളും നടപ്പാതയിൽ തമ്പടിക്കുന്നത് പതിവായിരിക്കുകയാണ്. പാഴ്ചെടികൾ വെട്ടിനീക്കി സുരക്ഷിത യാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ പൊതുമരാമത്ത് വകുപ്പോ മറ്റ് അധികാരികളോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളോ കൂട്ടായ്മകളോ ഇതിനായി രംഗത്തിറങ്ങണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. സപ്ലൈകോയ്ക്ക് 100 കോടി രൂപ അനുവദിച്ച് സർക്കാർ. സപ്ലൈകോയുടെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം കാണുന്നതിനായാണ് ധനകാര്യ വകുപ്പ് തുക അനുവദിച്ചത്. വിപണി ഇടപെടലും കരാറുകാർക്ക് കുടിശ്ശിക നൽകുന്നതിന് ഫണ്ട് വിനിയോഗിക്കണമെന്നും ധനകാര്യ വകുപ്പ് വ്യക്തമാക്കി. ഓണക്കാലത്തിന് മുന്നോടിയായി 100 കോടി രൂപ അനുവദിച്ചത്. അവശ്യ സാധനങ്ങൾ 35% വിലക്കുറവിൽ ഇത്തവണ വിതരണം ചെയ്യും. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ JRCയുടെ നേതൃത്വത്തിൽ ലോക നൈപുണ്യ ദിനം ആചരിച്ചു. HM ഇൻചാർജ് ഷീന P. ശങ്കർ ഉദ്ഘാടനം ചെയ്തു. JRC കൺവീനർ രാധാകൃഷ്ണൻ നൈപുണ്യ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾ ചിരട്ട കൊണ്ട് നിർമ്മിച്ച വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം ആരംഭിച്ചു. ഭക്തർക്ക് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നൽകുന്ന പ്രഭാത ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ KK കല ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. പെരിങ്ങാവ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ നവീകരിച്ച ഊട്ടുപുരയുടെ സമർപ്പണം മുഖ്യരക്ഷാധികാരി ഡോക്ടർ വാസുദേവൻ മൂസ നിർവഹിച്ചു. പ്രസിഡന്റ് E. കൃഷ്ണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് MC മനോജ് കുമാർ, രാമചന്ദ്രൻ കടവിൽ, ER വേണുഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ പച്ചക്കറി വിത്തും ഔഷധ കഞ്ഞിയും വിതരണം ചെയ്തു. പുലരി മൈത്രി ആർട്സ് സമിതിയുടെ ആഭിമുഖ്യത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന കർക്കിടക ഔഷധ കഞ്ഞി വിതരണം ആരംഭിച്ചു. ഡോക്ടർ R. ഭഗവതി അമ്മാൾ കഞ്ഞി വിതരണം നിർവഹിച്ചു. തുടർന്ന് നടന്ന ചടങ്ങിൽ ഷാജു കുണ്ടോളി, K. നാണു, മധുസൂദനൻ, ശങ്കരനാരായണൻ, TK മനോജ് കോരമ്പത്ത് എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി അകമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണം ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് MS രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി TN സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബാബു പൂങ്ങുന്നത്ത്, KK സന്തോഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പടിഞ്ഞാറേ വെള്ളാനിക്കര ആണ്ടുണി ദേവർ ശിവക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രശാന്ത് വെള്ളാനിക്കരയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം നടന്നു. ഓഗസ്റ്റ് 15-ന് ഇല്ലനിറയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടക്കും. മാത്തൂർ മന ക്രിയേഷൻസും ആർട്ട് വിസിറ്റ് മീഡിയയും ചേർന്നൊരുക്കിയ ഒറ്റച്ചിരാത് എന്ന സംഗീതാൽബത്തിന്റെ ആദ്യ പ്രദർശനം ചേലക്കരയിൽ നടന്നു. മാത്തൂർ അളർക്കൻ നമ്പൂതിരിപ്പാട് ആൽബത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അച്ഛന്റെയും മകളുടെയും ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന സംഗീത ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് PV ത്രിനേത്രനാണ്. ശബരീഷ് കുളപ്പുള്ളി എഴുതിയ വരികൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രശാന്ത് മാത്തൂരാണ്. പ്രശസ്ത കഥകളി പിന്നണി ഗായകൻ കലാമണ്ഡലം കലാശ്രീ ഗിരീശനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. അഷ്റഫ് ഉമ്മർ, ഷിഫ്ന ഷെറിൻ ചിപ്പി, മയൂഖ, അഗ്നിക എന്നിവരാണ് അഭിനേതാക്കൾ. ആൽബത്തിന്റെ അണിയറ പ്രവർത്തകരെയും അഭിനേതാക്കളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. മാത്തൂർ മന ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ആൽബം റിലീസ് ചെയ്തിട്ടുള്ളത്. മലരായി
തളിരായി. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽമാണിക്യം ദേവസ്വത്തിലെ സ്ഥിര നിക്ഷേപം ചിലവഴിച്ചത് ദേവസ്വം ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകാനാണെന്ന് ദേവസ്വം മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെ ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ദേവസ്വം ഭരണസമിതി നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും പ്രദീപ് മേനോൻ പറഞ്ഞു. 6 കൊല്ലം കൊണ്ട് 9 കോടിയോളം രൂപയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചത്. 1000 രൂപ ഈടാക്കി നെയ്വിളക്ക് വഴിപാട് നടത്തുന്നവർക്ക് പ്രത്യേക ക്യൂ സമ്പ്രദായം നടപ്പിലാക്കുന്നത് അറിഞ്ഞപ്പോൾ ദേവസ്വം ഭരണസമിതിയെ ബന്ധപ്പെട്ടുവെങ്കിലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന മറുപടിയാണ് ലഭിച്ചത്. പ്രത്യേക ക്യൂവിന് താൻ എതിരല്ലെങ്കിലും മറ്റ് 3-4 അമ്പല ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത സമ്പ്രദായം ഇവിടെ മാത്രം നടപ്പിലാക്കുന്നത് പ്രായോഗികമല്ലെന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും മുൻ ചെയർമാൻ പറഞ്ഞു. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗർ ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് പൊളിച്ചുമാറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബസ് സ്റ്റോപ്പ് പൊളിച്ചുമാറ്റിയതോടെ യാത്രക്കാർ ദുരിതത്തിലായത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചിക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ്, AV ജോണി, EV സുനിൽ രാജ്, ഫ്രാങ്കോ തൃക്കൂക്കാരൻ, ജോസ് പറവർ, ഷാജു തൊമ്മാന തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6740 രൂപ, പവന് 53,920 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3612 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കാറ്റിലും മഴയിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 30 വീടുകൾ ഭാഗികമായും 1 വീട് പൂർണ്ണമായും തകർന്നു. തളിക്കുളത്ത് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ 3 പേർക്ക് പരിക്കേറ്റു. ഒല്ലൂരിൽ കാറുകളുടെ മുകളിലേക്ക് മരം വീണു. ചാലക്കുടി പുഴയിൽ ക്രമാതീതമായി വെള്ളമുയരുന്നു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മാള കടക്കൻകടവിലെ 9 ഷട്ടറുകൾ ഉയർത്തി. ചീരക്കുഴി ഡാമിൽ ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഗായത്രി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് ആനയൂട്ട്. ആനയൂട്ടിൽ പങ്കെടുത്തത് 64 ഗജവീരന്മാർ. ആനയൂട്ടിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത് 10,000. രാമനാമ മന്ത്രധ്വനികളും രാമായണ പാരായണവുമായി ഇന്ന് കർക്കിടകം 1. നാലമ്പല ദർശനത്തിനായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താണിക്കുടം ദേവിക്ക് ആറാട്ട്. ദേവി ആറാടിക്കാൻ ക്ഷേത്ര സന്നിധിയിലേക്ക് പുഴ തന്നെ എത്തിയപ്പോൾ ആറാട്ടിൽ പങ്കെടുക്കാനെത്തിയത് നിരവധി ഭക്തർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.